ഇന്നത്തെ കാലഘട്ടത്തില് ജീവിതശൈലിയിലെ അപാകതകൾ കാരണമായി പ്രത്യേകമായിട്ട് കണ്ടുവരുന്ന അമിതമായ ശരീരോഷ്ണം, വിട്ടുമാറാത്ത ക്ഷീണം, അതുപോലെ തന്നെ പ്രത്യേകമായ ചില സമയങ്ങളിൽ, അതായത് ഉച്ചയ്ക്ക് മുൻപും ഉച്ചഭക്ഷണത്തിന് ശേഷം ഉണ്ടാകുന്നതും സൂര്യാസ്തമയത്തോടടുത്തും അസ്തമയത്തിന് ശേഷവും ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാകുന്നതായ ക്ഷീണം, കിതപ്പ്, അതുപോലെ കുട്ടികളിലും കൗമാരക്കാരിലും ഉൾപ്പെടെ കണ്ടുവരുന്ന തളർച്ച, മടി, ഉത്സാഹമില്ലായ്മ, പഠനത്തിലുണ്ടാകുന്ന ശ്രദ്ധക്കുറവ്, ഓർമ്മശക്തിയും മനനശേഷിയും കുറയുക, അതുപോലെ തന്നെ ഇത് പൊതുവായി ചെറുപ്പക്കാരും കുട്ടികളും ഉൾപ്പെടെ കുഴഞ്ഞുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ രോഗകാരണങ്ങളായ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ, ന്യൂറോളജിക്കൽ പോസ്റ്ററൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ സിൻഡ്രോം, ന്യൂറോ പോസ്റ്ററൽ ഓർത്തോസ്റ്റാറ്റിക് ടെക്കികാർഡിയ സിൻഡ്രോം, അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പൗരാണികവും അങ്ങനെ പരമ്പരാഗതവും ആധുനികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഹിജാമ ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ബിബിൻ. ഞാൻ ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഹിജാമ എന്ന പൗരാണിക ചികിത്സാ രീതിയും നമ്മുടെ പാരമ്പര്യമായ ചികിത്സാ രീതികളും തമ്മിലുള്ള ഒരു അഗാധമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. എല്ലാത്തരം വേദനകൾക്കും ഫിസിയോളജിക്കൽ ആൻഡ് ആക്സിഡന്റൽ ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസിനും നമുക്ക് വളരെ വേഗം ഫലം ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ. അത് പ്രധാനമായിട്ടും പ്രവാചകൻ മുഹമ്മദ് നബി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫലപ്രദമായ ഒരു ചികിത്സയായിട്ട് അംഗീകരിച്ചതും വിശേഷിപ്പിച്ചതും അതുപോലെ തന്നെ അന്നത്തെ ഒരു ജനസമൂഹത്തിനിടയിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതുമായ ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ. ലഭ്യമായ ചരിത്ര രേഖകൾ പ്രകാരം നവീന ശിലായുഗ കാലഘട്ടം മുതൽ തന്നെ ഹിജാമ ചെയ്തിരുന്നതായിട്ട് അറിവുണ്ട്. ആയുർവേദ സിദ്ധ ചികിത്സകളിൽ ഇതിനെ രക്തമോക്ഷ ചികിത്സ എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ ഇന്നത്തെ ഹിജാമ എന്ന വിഷയത്തിലെ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് ഞാൻ കടയ്ക്കൽ അറിയപ്പെടുന്നു. പ്രദേശം കടയ്ക്കലാണ്. പാരമ്പര്യ ഹിജാമ ചികിത്സകനാണ്. നമസ്കാരം, എൻ്റെ പേര് സീമൻ. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അതുപോലെ തന്നെ ഹിജാമ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സാറിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഹിജാമ പഠിച്ചത്. മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, ടോൺസിലോസിസ്, അതേപോലെ തന്നെ വയറിൽ വരുന്നതും അൾസറുകളെ കുറിച്ച് ആയാലും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ജോയിന്റ് പെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കോളിയോസിസ് തൊട്ട് ഷോൾഡർ പെയിൻ, അതുപോലെ തന്നെ മുട്ടുവേദനകൾ, സന്ധിവേദനകളെല്ലാം നമ്മൾ സർവിക്കൽ സ്പോണ്ടിലോസിസ് തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും ഹിജാമയിലൂടെ നമുക്ക് ലിവറിനെ ബന്ധപ്പെട്ടുള്ള ലിവർ സിറോസിസ്, അതേപോലെ തന്നെ സ്ത്രീകളിൽ വരുന്ന അസുഖങ്ങളായ PCOD തുടങ്ങിയ PCOS തുടങ്ങിയ അസുഖങ്ങൾക്കും നമുക്ക് ഹിജാമ മൂലം നല്ല രീതിയിലുള്ള ചികിത്സ ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അതേപോലെ തന്നെ പറഞ്ഞു വരുമ്പോൾ ചികിത്സാ രീതികൾ വേറെ വരുമ്പം ജോയിന്റ് പെയിൻ, സയാറ്റിക് പെയിനുകൾ, വേരിക്കോസ് തുടങ്ങിയ അസുഖങ്ങൾക്കും നമുക്ക് ചികിത്സാ രീതികൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ്, സ്ട്രോക്കുകൾ, അതേപോലെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് മികച്ച രീതിയിലുള്ള റിസൾട്ടുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. 2017-2018 കാലഘട്ടത്തിൽ ഇത്തരം ഒരു സാമൂഹിക ദുരന്തത്തെ കുറിച്ച്, അതായത് ആൾക്കാർ കുഴഞ്ഞുകൊണ്ട് മരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച്, അത് വരാൻ പോകുന്നത് ഞാൻ മുന്നറിയിപ്പ് നൽകിയപ്പോൾ പലരും ചോദ്യം ചെയ്യുകയും പുച്ഛിക്കുകയും ജനങ്ങളെ ഭയപ്പെടുത്തി ചികിത്സിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടുള്ള ഒരു അടവാണ് എന്നൊക്കെ ആക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ പോലും പ്രതീക്ഷ വയ്ക്കാതെയാണ് കോവിഡ് പാൻഡമിക്കും വാക്സിനും എല്ലാം 2019 ഡിസംബർ മുതൽ തുടങ്ങിയത്. ഇതെന്ന് പറയുന്നത് ഒരു കുനുമൽ കുരു പോലെ, അല്ലെങ്കിൽ ഒരു വളരെ അവസ്ഥകളെ 2017 ഞാൻ മുന്നറിയിപ്പ് നൽകിയ അവസ്ഥകളെ അതീവ ഗുരുതരമാക്കുന്ന ഒരു കാര്യമാണ് കോവിഡിലൂടെ സംഭവിച്ചത്. ഇന്ന് പലരും കുഴഞ്ഞു വീണുള്ള മരണങ്ങൾക്ക് മുന്നിൽ കോവിഡും വാക്സിനും ആണ് എന്ന് പറയാറുണ്ട്. പക്ഷെ 2017-18 ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ കോവിഡോ വാക്സിനോ പാൻഡമിക്കോ ഒന്നും ചിത്രത്തിൽ തന്നെ ഇല്ല. കോവിഡ് വാക്സിൻ എടുത്ത ആൾക്കാരെ ഡീഡൈമർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഈ 2019 മുൻപ് തന്നെ, കോവിഡിന് മുൻപ് തന്നെ ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ, ലോകത്ത് ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അത്തരം ഒരു മുന്നറിയിപ്പ് ഞാൻ അന്ന് എന്റെ FB പോസ്റ്റുകളിലൂടെയും അതുപോലെ തന്നെ വീഡിയോകളിലൂടെയൊക്കെ ഞാൻ ചെയ്തത്. 2017-18 തന്നെ പൊതുജനാരോഗ്യ രംഗത്ത് ഉരുത്തിരിഞ്ഞ ഇത്തരം ഒരു അപകടാവസ്ഥയുടെ ഫലങ്ങൾ 2020-21 കൂടിയാണ് ശരിക്കും പ്രത്യക്ഷമാവാൻ തുടങ്ങിയത്. കോവിഡ് വാക്സിൻ ഒക്കെ ഇതൊരു അടിയന്തരാവസ്ഥയാക്കി മാറ്റുകയാണ് ചെയ്തത്. ഒരു അപകടാവസ്ഥയെ അടിയന്തരാവസ്ഥയാക്കി മാറ്റുകയാണ് ചെയ്തത്. മുൻപ് കേട്ടകളിൽ മാത്രം ഉണ്ടായിരുന്ന കുഴഞ്ഞു വീഴുന്നതും പുറത്തുനിന്നുള്ളതുമായിട്ടുള്ള മരണങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലും കൗമാരക്കാരായ കുട്ടികളിലും ഉൾപ്പെടെ, കുട്ടികളിൽ പോലും വ്യാപകമാകാൻ തുടങ്ങിയത് 2021 കൂടിയൊക്കെയാണ്.
2023-24 ആയപ്പോൾ 100 വീടുകൾ എടുത്താൽ അതിൽ ഒരാളെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, കുഴഞ്ഞു വീണ് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ 100 വീടുകളിൽ ഒരാളാണെങ്കിൽ ഇനി അത് വരും വർഷങ്ങളിൽ എന്താവും, അത് 10 പേരിൽ ഒരാളായിട്ടും 5 പേരിൽ ഒരാളായിട്ടും വർദ്ധിക്കും. ഒരു വീട്ടിൽ ഒരാളെന്നുള്ള നിലയിലേക്ക് അത് വർദ്ധിക്കും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആൾ തിരിച്ച് വീട്ടിലെത്തുമോ, വൈകുന്നേരം കിടന്നുറങ്ങുന്ന ആൾ രാവിലെ എഴുന്നേൽക്കുമോ എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. പക്ഷെ ഒരു പൊതുസമൂഹത്തിന് ഒരു ധാരണ ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊതുസമൂഹത്തിന് ഒരു ധാരണ ഇല്ലാത്തതിന് 1-2 കാര്യങ്ങളുണ്ട്. കാരണം ഇന്ന് എല്ലാവരും ആശ്രയിക്കുന്ന മോഡേൺ മെഡിസിൻ ഈ രോഗങ്ങളെ ഇപ്പൊ പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ എന്ന ന്യൂറോ പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ സിൻഡ്രോം എന്നും ന്യൂറോ പോസ്റ്ററൽ ഓർത്തോസ്റ്റാറ്റിക് ടെക്കികാർഡിയ സിൻഡ്രോം എന്നൊക്കെ പേരിട്ടത് അവർ തന്നെയാണെങ്കിലും അവർക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിങ് മെത്തേഡുകളോ അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്താൽ തന്നെ അതിന്റെ ശരിയായ ചികിത്സാ രീതികളോ ഒന്നും അവരുടെ കയ്യിലില്ല. വൈറ്റമിൻ B12 ആണ് നിലവിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 99% രോഗം ഐഡന്റിഫൈ ചെയ്യാറില്ല. ഇനി ചെയ്താൽ തന്നെ വൈറ്റമിൻ B12 കൊടുക്കൽ മാത്രമാണ് നിലവിൽ അവരുടെ കയ്യിലുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത്. ഇനി ഒരാൾ ഇത്തരം സിംറ്റംസുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അവര് ആൻസൈറ്റി ആണ്, തോന്നലാണ്, പാനിക് അറ്റാക്ക് ആണ് എന്നെല്ലാം പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് തിരിച്ച് വീട്ടിലേക്ക് വിടും. നമ്മൾ എത്രയോ പേരെ കൊണ്ട് എത്രയോ വാർത്തകൾ നമ്മൾ വായിച്ചു. തലേ ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ പോയി നെഞ്ചുവേദനയ്ക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളുമായി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് രോഗങ്ങളൊന്നും ഇല്ല, തോന്നലാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടിട്ട് വീട്ടിൽ വന്ന് കുഴഞ്ഞു വീണ് മരിച്ചവർ. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്ന് പറയുന്നത് 3 ഒന്ന് പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ, 2 ന്യൂറോ പോസ്റ്ററൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർടെൻഷൻ സിൻഡ്രോം മീൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്. അതുപോലെ ന്യൂറോ പോസ്റ്ററൽ ടെക്കികാർഡിക് സിൻഡ്രോം. അപ്പൊ ഈ 3